ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യാക്കോബിനുണ്ടായ കഠിനമായ തിരസ്കരണം. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബിന് യഹോവയാകുന്ന ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു കൂട്ടിമുട്ടൽ കാണുവാൻ കഴിയുന്നു, ഒരു എൻകൗണ്ടർ കാണുവാൻ കഴിയുന്നു. അത് തൻ്റെ ജീവിതത്തെ ആകമാനം പരിവർത്തനത്തിലേക്ക് നടത്തിയ ഒരു സംഭവമായിരുന്നു. യാക്കോബ് നേരിടുന്ന ആന്തരിക പ്രതിസന്ധിയുടെ വേര് കണ്ടെത്തിയ ഒരു സംഭവമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം യാക്കോബിനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസുദിക്കുന്നുവല്ലോ എന്ന് ദൂതൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ദൂതൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എന്ത് എന്ന് എനിക്ക് പറഞ്ഞു തരണം. യാക്കോബ് ദൂതനോട് ചോദിക്കുകയാണ്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് ദൂതൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇതൊരു ദൂതനല്ല. ഒരു മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ അത് ദൂതനല്ല, ഉറപ്പായിട്ടും ഇതൊരു തിയോഫനിയാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമ പ്രത്യക്ഷതകളിൽ ഒന്നാകുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്രത്യേകിച്ചും അവിടെ ആ വാക്യം തുടങ്ങുമ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലുപിടിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. യാക്കോബ് ഇവിടെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുമ്പോൾ അതൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നു. ആ നിലയിൽ യാക്കോബ് എങ്ങനെയാണ് കർത്താവിനോട് ചോദിക്കുന്നത്? അവനെപ്പോലെ മാനുഷിക രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തിയുണ്ടോ? അതേപോലെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 30-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 43-ാമത്തെ വാക്യത്തിൽ, യാക്കോബ് മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഇതേപോലെ സമ്പന്നനാകുന്ന ഒരു മനുഷ്യൻ, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൾട്ടി മില്യണറായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതാ കർത്താവിനോട് ചോദിക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ അനുഗ്രഹം എന്നതിൻ്റെ നിർവചനത്തിന് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒരു പുതിയ മാനം ലഭിക്കുന്നു, ഒരു പുതിയ വെളിപ്പാട് ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൻ്റെ പക്കലുള്ള ആടുമാടുകളോ കഴുതകളോ ഒട്ടകങ്ങളോ ഒന്നും അനുഗ്രഹത്തിൻ്റെ പട്ടികയിൽ ചേർക്കുവാൻ കഴിയാത്ത നിലയിൽ അനുഗ്രഹത്തിന് ഒരു പുത്തൻ നിർവചനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് അത് വളരെ വ്യക്തമാകുന്നു. ഈ യാക്കോബ് ഈ നിലയിൽ ചോദിക്കാൻ കാരണമെന്താണ്? എന്തോ ഒരു ശൂന്യത യാക്കോബിൽ തുടരുകയാണ്. ആന്തരികമായി എന്തോ ഒരു സംഘർഷം യാക്കോബിൽ തുടരുകയാണ്. താൻ അനുഭവിക്കുന്ന ആ ആന്തരിക സംഘർഷത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അത് തിരസ്കരണമാകുന്നു.
ബാല്യകാല തിരസ്കരണമാകുന്നു. അമ്മയുടെ ഉദരം മുതൽ അനുഭവിച്ച തിരസ്കരണത്തിൻ്റെ പരിണിത ഫലമാണ് തൻ്റെ ഈ ജീവിതത്തിൽ തുടർമാനമായിട്ട് ഒരു ശൂന്യത യാക്കോബ് അനുഭവിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന അനേകർ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അവിടെ ഒരു ശൂന്യത മനസ്സിൽ അനുഭവിക്കുന്നു. പലപ്പോഴും പല നന്മകളുടെയും നടുവിൽ അവർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. എന്തോ ഒരു വാക്വം അവർ മനസ്സിൽ അനുഭവിക്കുകയാണ്. ആ കാരണം നിങ്ങൾ അന്വേഷിച്ചു പോകുകയാണെങ്കിൽ അതിൻ്റെ വേര് തിരസ്കരണമാകുന്നു എന്ന് കണ്ടെത്തുവാൻ കഴിയും. വിശേഷിച്ചും ബാല്യകാല തിരസ്കരണങ്ങൾ. 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയമാകുന്നുവല്ലോ നമ്മളുടെ പ്രാണൻ രൂപപ്പെടുന്നത്. ഫോമേറ്റീവ് ഇയേഴ്സ് എന്ന് നമുക്കതിനെ വിളിക്കുവാൻ കഴിയും. മനുഷ്യനൊരു ട്രിക്കോട്ടമി ആകുന്നു. മനുഷ്യന് ഒരാത്മാവുണ്ട്, മനുഷ്യന് ഒരു പ്രാണനുണ്ട്. പ്രാണനിൽ മനുഷ്യന് മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. അങ്ങനെ മനുഷ്യനൊരു പ്രാണനുണ്ട്, മനുഷ്യനൊരു ശരീരമുണ്ട്. 3 ഘടകങ്ങളുള്ളവനാകുന്നു മനുഷ്യൻ. മനുഷ്യൻ്റെ പ്രാണൻ രൂപപ്പെടുന്ന സമയമാണ് 0 മുതൽ 7 വയസ്സ് വരെയുള്ള ആ പ്രധാനപ്പെട്ട കാലയളവ്, ആ ബാല്യകാലം. ആ ബാല്യകാലത്തുണ്ടാകുന്ന ചില സംഭവങ്ങൾ മുഖാന്തരമായിട്ട് ആന്തരികമാകുന്ന മുറിവുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പ്രാണന് കേടുവരുവാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മുഖാന്തരമായിട്ട് ഘോര തിരസ്കരണം വരുവാൻ സാധ്യതയുണ്ട്. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ആയിരിക്കുന്ന സമയം മുതൽ തന്നെ അമ്മമാർ ശ്രദ്ധിക്കണം, പിതാക്കന്മാർ ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാരുടെ നല്ല പിന്തുണ ആ സമയം മുതൽ തന്നെ കുഞ്ഞിന് ലഭിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ വരുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അമ്മയിൽ ഉണ്ടാകുന്ന നിഷേധാർത്ഥകമാകുന്ന ചിന്തകളും, അമ്മ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങളും, അമ്മ അനുഭവിക്കുന്ന ലജ്ജയും, അമ്മ അനുഭവിക്കുന്ന നിരാശയും ഒക്കെ കുഞ്ഞിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. നമുക്ക് യാക്കോബിൻ്റെ ബാല്യകാലം, അവൻ്റെ ആ അമ്മയുടെ ഉദരം മുതൽ ഉള്ള ചില അനുഭവങ്ങൾ, ആ ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ, തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രത്യേകിച്ചും ഹസ്ബൻഡ്സ്, ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. തലമുറകളെ നൽകി അനുഗ്രഹിക്കുവാൻ കഴിയും. ഇവിടെ ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോഴാണ് റെബേക്ക ഗർഭിണിയായി തീർന്നത്. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റെബേക്ക ഗർഭം ധരിച്ചു. നല്ല ഒരു പ്രിൻസിപ്പിളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു സ്പിരിച്വൽ തത്വമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഗർഭിണിയായിരിക്കുന്ന റെബേക്ക, അവൾ നേരിട്ടൊരു സംഘർഷം 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ, അവ 2 കുഞ്ഞുങ്ങളാണ്. ഒരൊറ്റ കൺസെപ്ഷനിൽ 2 കുഞ്ഞുങ്ങൾ ഉൽപ്പാദിതമായി. ഈ 2 കുഞ്ഞുങ്ങൾ ഉള്ളിൽ തമ്മിൽ തിക്കിയപ്പോൾ, ആ സമയത്ത് റെബേക്കയുടെ സമീപനം നിഷേധാർത്ഥകമാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. റെബേക്ക അവിടെ പറയുകയാണ്, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. റെബേക്കയ്ക്ക് ഉണ്ടായ മാനസിക സംഘർഷങ്ങൾ, ഒന്ന് ഈ കുഞ്ഞുങ്ങൾ ഉദരത്തിലായ സന്ദർഭത്തിൽ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകൾ കാണും. ഇന്ന് നമ്മൾ പറയുന്നത് പോലെ മോർണിംഗ് സിക്നസ് അനുഭവിച്ച് കാണും. ഈ കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളല്ല, 2 കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് അവളായിരുന്നപ്പോൾ അവൾ അനുഭവിച്ച ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ കാണും. ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ മുഖാന്തരമായിട്ട് നല്ല മാനസിക പിരിമുറുക്കമുണ്ടായി എന്ന് നമുക്ക് കരുതാം. ആ മാനസിക പിരിമുറുക്കം കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ എന്തിനു ജീവിക്കുന്നു, ഒരു മരണചിന്ത അവിടെ കയറി വരുന്നല്ലോ. അവൾക്കുണ്ടായ ആ നിഷേധാർത്ഥകമാകുന്ന ചിന്തകളും
അതോടൊന്നിച്ച് തന്നെ അവൾ നടത്തിയ നിഷേധാർത്ഥകമായ പ്രസ്താവനകളും വാക്കുകളും പ്രഖ്യാപനങ്ങളും സംസാരവുമെല്ലാം അകത്തുള്ള കുഞ്ഞുങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാകുന്നു. ഇതിപ്പം ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരിക്കലുണ്ടായ ഒരു കാര്യമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9 മാസത്തോളം ഈ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഈ അമ്മ ഈ നിലയിൽ സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രമല്ല, ഇനി നോക്കുക, ആ പ്രസവം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നു, ഈ 2 കുട്ടികൾ തമ്മിൽ ഉദരത്തിൽ വെച്ച് തന്നെ, അതിനൊന്നും വിശദീകരണങ്ങളില്ല, എന്നാൽ ഉദരത്തിൽ വെച്ച് തന്നെ എന്തൊക്കെയോ ആൽമോണ്ടലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, എന്തൊക്കെയോ സംഘർഷങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. 24-ാമത്തെ വാക്യം, അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. 1-ാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. യാക്കോബ് പ്രസവ സമയത്ത് തന്നെ ഏശാവിൻ്റെ കുതികാലിന് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുതികാലിന് പിടിച്ചതുകൊണ്ടാണ് അവന് യാക്കോബ് എന്ന പേരിട്ടത്. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. വളരെ വ്യക്തം, ഗർഭാവസ്ഥയിൽ തന്നെ യാക്കോബ് തിരസ്കരണം അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്താണ് തിരസ്കരണം എന്ന് പറയുന്നത്? നമുക്കൊരോരുത്തർക്കും അംഗീകാരം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ലഭ്യമാകേണ്ട അംഗീകാരം ഗുണമേന്മയോടുകൂടെ ലഭിക്കാതെ വരുമ്പോൾ അത് തിരസ്കരണമായി തീരുകയാണ്. അമ്മയുടെ ഉദരം മുതൽ തന്നെ തിരസ്കരണം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. തിരസ്കരണം തീർച്ചയായിട്ടും വേദന ഉളവാക്കുന്നതാണ്. കാരണം ഈ വ്യക്തികൾക്ക് ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടാകും, എന്നെ ആർക്കും വേണ്ട, ഞാൻ വിലപിടിപ്പില്ലാത്ത വ്യക്തിയാകുന്നു, ആരും എന്നെ അംഗീകരിക്കുകയില്ല. ഇത്തരത്തിലുള്ള നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ തിരസ്കരണം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഏറ്റവും ഘോരമാകുന്ന കഠിനമാകുന്ന തിരസ്കരണം എന്ന് പറയുന്നത് 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്തുണ്ടാകുന്ന തിരസ്കരണമാണ്. അമ്മയിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം, ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മയിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം, അപ്പനിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം, 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്തുണ്ടാകുന്ന തിരസ്കരണമാണ് കഠിനമാകുന്ന തിരസ്കരണം. അങ്ങനെയുള്ള തിരസ്കരണങ്ങൾ ഉണ്ടാകുവാനുള്ള ചില സാധ്യതകൾ: ഒന്ന്, ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയെ വേണ്ട, ഈ കുട്ടിയെ നമുക്കങ്ങ് അബോർട്ട് ചെയ്ത് കളയാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് തിരസ്കരണമാണ്. കുട്ടി ഉദരത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വീട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ നിരന്തരമായി വഴക്കുണ്ടാകുകയാണെങ്കിൽ അത് മുഖാന്തരം സംഭവിക്കുന്നത് ഉദരത്തിലുള്ള കുഞ്ഞിന് തിരസ്കരണമുണ്ടാകും. മറ്റൊരു സാഹചര്യം, ഉദരത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുകയാണ്, ഇത് ആൺകുട്ടിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചിലർ ഇത് പെൺകുട്ടിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രസവം കഴിയുന്നതോടുകൂടെ മനസ്സിലാകുന്നു കുട്ടിയാണല്ല, കുട്ടി പെണ്ണാണ്, അല്ലെങ്കിൽ കുട്ടി പെണ്ണല്ല, കുട്ടി ആണാണ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ആ നിലയിലുണ്ടാകുന്ന തിരസ്കരണം. മറ്റൊരു സാഹചര്യമാണ്, ഇൻക്യുബേറ്ററിൽ കുഞ്ഞിനെ വയ്ക്കുന്നു. പ്രസവിച്ചതിന് ശേഷമായിട്ട് കുട്ടിയുടെ വളർച്ച സംബന്ധിച്ച സംഘർഷമുള്ളതിനാൽ കുട്ടിയെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. പ്രൊലോങ്ഡ് ലേബർ, ആ പ്രസവിക്കുവാൻ വേണ്ടി അമ്മ അനുഭവിക്കുന്ന കഠിനമാകുന്ന ബുദ്ധിമുട്ടും നീണ്ട സമയം അതിനെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മുഖാന്തരം ഒരു പക്ഷെങ്കിൽ കുട്ടിക്ക് തിരസ്കരണമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രസവ സമയത്ത് ഡോക്ടർമാർക്ക് മനസ്സിലായ അപകടകരമാകുന്നൊരു സാഹചര്യമാണ്, ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ, രണ്ടുപേരിലൊരാൾ മരിക്കും എന്നുള്ളത് നിശ്ചയമാകുമ്പോൾ അമ്മയുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നു. കുഞ്ഞിനെ രക്ഷിക്കുക എന്നത് അവരുപേക്ഷിക്കുന്നു. ആ ശ്രമം ഉപേക്ഷിച്ച് അമ്മയെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അത് തിരസ്കരണം കൊണ്ടുവരും. മറ്റൊരു സാഹചര്യമാണ്, അപ്പൻ്റെയും അമ്മയുടെയും അസാന്നിധ്യത്തിൽ ബന്ധുക്കളുടെ കൂടെ വളരുന്ന കുഞ്ഞുങ്ങൾ, അവർ തിരസ്കരണം അനുഭവിക്കുന്നു. അപ്പനും അമ്മയും ദൂരസ്ഥലത്ത് ജോലിയിലായിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നിലയിൽ അബാൻഡൻഡ് ബൈ പേരൻസ്, അപ്പനമ്മമാരാൽ അബാൻഡൻഡ് ആകുന്ന
കുട്ടികൾക്ക് തിരസ്കരണം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓർഫനേജിൽ വളരുകയാണെങ്കിൽ തിരസ്കരണം അനുഭവിക്കുന്നു. 5 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഹോസ്റ്റലിലാകുകയാണെങ്കിൽ തിരസ്കരണം അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പനും അമ്മയും ഫേവറിറ്റിസം കാണിക്കുന്നു. 4 കുട്ടികളുണ്ടെങ്കിൽ ചില കുട്ടികളോട് അപ്പനും അമ്മയ്ക്കും കൂടുതൽ താല്പര്യം. ചിലരെ അവരുടെ ഇടയിൽ, ആ 4 പേരുടെ ഇടയിൽ തിരസ്കരിക്കുന്നു എങ്കിൽ അത് മുഖാന്തരമായ, ആ ഫേവറിറ്റിസം കാണിക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് കുട്ടി തിരസ്കരിക്കപ്പെടുകയാണ്. ലഭിക്കേണ്ട ഗുണമേന്മയുള്ള സ്നേഹം ലഭിക്കാതെ വരികയാണെങ്കിൽ തിരസ്കരണം അനുഭവിക്കുന്നു. വീട് കഠിനമാകുന്ന ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അത് മുഖാന്തരം തിരസ്കരണം അനുഭവിക്കുന്നു. നീണ്ട നാളുകൾ രോഗിയായി കുട്ടി തുടരുകയാണെങ്കിൽ അത് തിരസ്കരണത്തിന് കാരണമായി തീരും. പ്രത്യേകിച്ച് സ്റ്റാമറിങ്, വിക്കുണ്ടെങ്കിൽ തിരസ്കരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഡോമിനേറ്റിംഗ് പേരൻസ്, അപ്പനമ്മമാർ ഈ കുട്ടിയുടെ മേൽ ആവശ്യമില്ലാത്ത നിലയിലുള്ള ഡോമിനേഷൻ കൊണ്ടുവരികയാണെങ്കിൽ അത് തിരസ്കരണത്തിന് കാരണമായി തീരും. മാത്രവുമല്ല, ബാല്യകാലത്തുണ്ടാകുന്ന ബാഡ് സെക്ഷുവൽ എക്സ്പീരിയൻസസ്, അബ്യൂസസ് മുഖാന്തരം, ബാഡ് സെക്ഷുവൽ എക്സ്പീരിയൻസസ് മുഖാന്തരമായിട്ട് തിരസ്കരണമുണ്ടാകും. ഈ നിലയിലൊക്കെ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിലൂടെ തിരസ്കരണം അനുഭവിക്കുന്ന അനേകരുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിലും ബാല്യകാല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. തീർച്ചയായിട്ടും യാക്കോബിൽ തിരസ്കരണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ശൂന്യത നികത്തുവാൻ വേണ്ടി യാക്കോബ് കഠിനമായി ശ്രമിക്കുന്നു. തനിക്ക് മനസ്സിലായി വസ്തുവകകൾ കൊണ്ട് അത് സാധ്യമല്ല. ഭാര്യമാരിപ്പോൾ 4 അതുകൊണ്ട് തൻ്റെ ശൂന്യത പരിഹരിക്കപ്പെടുന്നില്ല. തനിക്ക് ആടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കഴുതകളുണ്ട്, ദാസന്മാരുണ്ട്. മഹാസമ്പന്നനായി എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബ് മഹാസമ്പന്നനായി. ആ സമ്പത്ത് കൊണ്ട് തിരസ്കരണത്തിൻ്റെ ശൂന്യത പരിഹരിക്കപ്പെടുന്നില്ല, അത് സൗഖ്യമാകുന്നില്ല. ഇവയ്ക്കൊന്നും തിരസ്കരണത്തെ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല. തിരസ്കരണത്തെ സൗഖ്യമാക്കുവാൻ ഇവയ്ക്കൊന്നും പ്രാപ്തിയില്ല. തിരസ്കരണത്തെ സൗഖ്യമാക്കുവാൻ നീ കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ, യേശുവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ വരേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ യാക്കോബിന് ലഭിക്കുന്നത്. ഒരു പുരുഷൻ ഉഷസ്സാകുവോളം യാക്കോബുമായിട്ട് മല്ലുപിടിക്കുകയാണ്. ഇവിടെ യാക്കോബിന് വേണ്ടി ഒരു പുതിയ പ്രഭാതം ഉദിക്കുവാൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പ്രഭാതം ഉദിക്കുവാൻ പോകുന്നു. ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു. യാക്കോബിന് ഒരു പുതിയ പ്രഭാതം ഉദിക്കുവാൻ പോകുന്നു. ആ വ്യക്തി പറയുന്നുണ്ട്, ഉഷസ്സുദിക്കുന്നുവല്ലോ, ഒരു പുതിയ പ്രഭാതം നിനക്ക് വേണ്ടി ഉദിക്കുവാൻ പോകുകയാണ്. ഒരു പുതിയ തുടക്കം നിനക്ക് വേണ്ടി ഇതാ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. എന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ നിനക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം, രൂപാന്തരീകരണം ഉണ്ടാകണം. ഈ തിരസ്കരണത്തിൽ നിന്ന്, ഈ തിരസ്കരണത്തിൻ്റെ വേര് നിന്നിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. ഈ തിരസ്കരണത്തിൻ്റെ വേര് നീങ്ങിപ്പോകാതെ, ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ നീ നിൻ്റെ പുതിയ ദിനത്തിലേക്ക് പ്രവേശിച്ചാൽ, നിൻ്റെ പുതിയ തുടക്കത്തിലേക്ക് പ്രവേശിച്ചാൽ, നിനക്ക് വേണ്ടി ഉഷസുദിച്ചു വരുന്ന ആ പുത്തൻ തുടക്കത്തിലേക്ക് നീ രൂപാന്തരീകരണമില്ലാതെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം ഗുണരഹിതമായി പോകും. ക്വാളിറ്റി ഇല്ലാതെ അത് കുഴച്ചിൽ എത്തിച്ചേരും, തകർച്ചയിൽ എത്തിച്ചേരും. നിനക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വരും. നിൻ്റെ ഡെസ്റ്റിനിയിൽ നിനക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വരും. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന അനേകരിൽ സംഭവിക്കുന്നത് ഇതാണ്. സ്വഭാവത്തിന് മാറ്റമില്ലാതെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. കൃപാവരങ്ങളുണ്ട്, എന്നാൽ സ്വഭാവത്തിന് മാറ്റമില്ല. തിരസ്കരണത്തിൻ്റെ വേരുകൾ അവരിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. ആ തിരസ്കരണത്തോടുകൂടെ, സ്വഭാവത്തിന് മാറ്റമില്ലാതെ, ആന്തരിക മുറിവുകളോടുകൂടെ കൃപാവരങ്ങളുമായിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വല്ലാത്ത സംഘർഷം, ഗുരുതരമാകുന്ന പ്രശ്നങ്ങൾ, ഗുരുതരമാകുന്ന കുഴപ്പങ്ങൾ, ഗുരുതരമാകുന്ന കേടുകൾ. വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നിനക്ക് വേണ്ടി ഉദിക്കുന്ന പുതിയ പ്രഭാതത്തിലേക്ക്, നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്ന പുതിയ തുടക്കത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചാണ് നീ പ്രവേശിക്കേണ്ടത്. ട്രാൻസ്ഫോംഡായിട്ട് നീ പ്രവേശിക്കണം.
രൂപാന്തരപ്പെടാതെ ഈ തിരസ്കരണത്തോടു കൂടെ നീ പ്രവേശിക്കരുത്. യാക്കോബിനെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു എൻകൗണ്ടറിലൂടെ യാക്കോബിനെ രൂപാന്തരപ്പെടുത്തുക, അവനെ ആകമാനം മാറ്റുക, അവനെ ഒരു പുതിയ മനുഷ്യനാക്കുക. അങ്ങനെ അവനെ അവൻ്റെ പുതിയ ദിനത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് യാക്കോബുമായിട്ട് മൽപിടുത്തം നടത്തുന്നത്. ആ മൽപിടുത്തത്തിൽ അവനെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് അവൻ്റെ തുടയുടെ തടം തൊട്ടു, അവൻ്റെ നടപ്പിനെ മാറ്റുകയാണ്. അതിനുശേഷം യാക്കോബ് നടന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് ആ ഉളുക്കു നിമിത്തം മുടന്തി നടന്നു. ഇതുവരെ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്റെ നടപ്പിനെ തന്നെ മാറ്റുവാൻ തക്കവണ്ണം നിന്നിലൊരു രൂപാന്തരീകരണം ദൈവം കൊണ്ടുവരികയാണ്. നീ അനുഗ്രഹം ആഗ്രഹിക്കുന്നു. നിനക്കറിയാം എന്തോ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നികത്തപ്പെടണം. എൻ്റെ ശൂന്യതയെ നികത്തണമേ എന്നാണ് യാക്കോബ് ഇവിടെ കർത്താവിനോട് പറയുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ആന്തരിക ശൂന്യതയെ നികത്തണമേ. കർത്താവ് ആ രൂപാന്തരീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? അതിലടങ്ങിയിരിക്കുന്നത് നീ ആരാകുന്നു എന്ന് നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഉപായി, സപ്ലാൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഉപായി ജനിക്കുന്ന സമയത്ത് തന്നെ സഹോദരൻ്റെ കുതികാലി പിടിച്ചുകൊണ്ടല്ലേ ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഉപായി എന്നുള്ള ലേബലിൽ അറിയപ്പെടുകയാണ്, യാക്കോബ് എന്ന പേരിൽ അറിയപ്പെടുകയാണ്. ഉള്ള കാര്യം പച്ചയ്ക്ക് യാക്കോബ് തുറന്നു പറഞ്ഞു. എൻ്റെ പേര് യാക്കോബെന്ന് യാക്കോബ് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നത് തൻ്റെ ജീവിത ചരിത്രം മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. ഞാൻ ഒരു കുഴപ്പക്കാരനാണ്, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവനാണ്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊരു ഏറ്റുപറച്ചിലിന് തുല്യമാകുന്നു. നിങ്ങളുടെ ഉള്ളം ദൈവസന്നിധിയിൽ തുറക്കുക. ആഴമേറിയ ഒരു ഏറ്റുപറച്ചിലുണ്ടാകട്ടെ. നിങ്ങളാരാകുന്നു എന്ന് ദൈവത്തോട് തുറന്നു പറയുക. ഉള്ള കാര്യം തുറന്നു പറയുക. അവിടെയാണ് കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. അവിടെയാണ് കർത്താവിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത്. യാക്കോബ് അത് തുറന്നു പറഞ്ഞു. ആ ഏറ്റുപറച്ചിലിൽ തൻ്റെ ചരിത്രം മുഴുവൻ ദൈവസന്നിധിയിൽ തുറന്നു പറയുകയാണ്. യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്, ഞാൻ ഉപായിയാണ്, ഞാനൊരു സപ്ലാൻഡറാണ്. കർത്താവിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഉള്ള കാര്യം തുറന്നു പറയുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് കർത്താവ്. നിങ്ങളല്ലാത്തതെന്തോ ആകുന്നു എന്ന് നടിക്കരുത്. അത് ഹിപ്പോക്രസിയാണ്. ഹിപ്പോക്രസിനെയാണ് കർത്താവിന് ഏറ്റവും അധികം വെറുപ്പുള്ളത്. കപടഭക്തിക്കാരെന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഏറ്റവും വെറുക്കുന്നത്. എന്താ അല്ലാതിരിക്കുന്നുവോ അതാണെന്ന് നടിക്കുന്നവരെയാണ് കർത്താവ് ഏറ്റവും അധികം വെറുക്കുന്നത്. എന്നാൽ ഉള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ, എൻ്റെ അവസ്ഥ ഇതാകുന്നു, നൂറുകണക്കിന് പരാജയങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയാണ് എങ്കിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണ്? അവിടുന്ന് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നു. യാക്കോബിനോട് കർത്താവ് പറയുകയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേരിന് യാക്കോബ് എന്നല്ല, ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഞാൻ നിന്നെ ഇസ്രയേൽ എന്ന് വിളിക്കുന്നു. നിനക്കൊരു പുതിയ പേര് ലഭിക്കുകയാണ്. ഞാൻ നിന്നെ ഇസ്രയേൽ എന്ന് വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. നിന്റെ പേര് മാറുകയാണ്, നിന്റെ നടപ്പ് മാറുകയാണ്, നിന്റെ സംസാരം മാറുകയാണ്. നിന്റെ മനസ്സിൻ്റെ അകത്ത് ദീർഘകാലമായിട്ട് നിന്നെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ആ തിരസ്കരണത്തിൻ്റെ വേരുകൾ നിന്നെ വിട്ടുപോകുന്നു. നിന്റെ മനസ്സ് സൗഖ്യമാകുന്നു, ആന്തരികമാകുന്നൊരു സൗഖ്യം നിന്നിൽ സംഭവിക്കുന്നു. തിരസ്കരണത്തിൻ്റെ വേര് നിന്നിൽ നിന്ന് നീക്കപ്പെടുന്നു. ഇതാ നിനക്ക് വേണ്ടി ഉദിക്കുന്ന ഈ പുതിയ ദിനത്തിലേക്ക് നീ രൂപാന്തരപ്പെട്ടവനായിട്ട് പ്രവേശിക്കുകയാണ്. മനോഹരം.
ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഈ ഒരു സംഭവം കഴിഞ്ഞതോടുകൂടെ തനിക്കുണ്ടായ ആഴമേറിയ മാറ്റം, തൻ്റെ നടപ്പ് മാറി, തൻ്റെ പേര് മാറി, സ്വർഗീയമാകുന്ന ഒരു അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെട്ടതിന് ശേഷമായിട്ട് 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യാക്കോബ് പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. അവൻ്റെ പുതിയ യുഗം ആരംഭിക്കുകയാണ്, പുതിയ ദിനം ആരംഭിക്കുകയാണ്. ന്യൂ ബിഗിനിങ്, പുതിയ ആരംഭം അവനിൽ ഇതാ പെനിയേൽ കടക്കുമ്പോൾ സംഭവിക്കുന്നു. ഈ ഒരു എൻകൗണ്ടറോടുകൂടെ അവൻ്റെ പുതിയ യുഗം ആരംഭിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഇതാ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിക്കുവാൻ പോകുന്നു, ഒരു പുതിയ ദിനം ആരംഭിക്കുവാൻ പോകുന്നു, ഒരു പുതിയ യുഗം ആരംഭിക്കുവാൻ പോകുന്നു. എന്നാൽ അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുന്നമേ കഠിനമാകുന്ന തിരസ്കരണത്തിൻ്റെ വേരുകളെ നീക്കി പ്രവേശിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. തിരസ്കരണത്തിൻ്റെ ആ വേരുകളെ കർത്താവ് നീക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഠിന തിരസ്കരണം അനുഭവിച്ച ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഇന്ന് നിങ്ങളുടെ പേര് മാറുന്ന ദിവസമാണ്. നിങ്ങൾക്ക് വേണ്ടി സൂര്യൻ ഉദിക്കുവാൻ പോകുന്ന ഈ ദിവസം രൂപാന്തരീകരണം പ്രാപിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പുതിയ ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരവും അത്ഭുതകരവുമാകുന്ന ഒരു ദിവ്യസ്പർശനത്താൽ പ്രിയപ്പെട്ടവരെ അകത്തും പുറത്തും രൂപാന്തരപ്പെടുത്തണമേ. അവരിൽ വേരുപിടിച്ചു കിടക്കുന്ന കഠിനമാകുന്ന തിരസ്കരണങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരെ വിട്ടു പുറത്തു പോകട്ടെ. മനസ്സിന് അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. അതിശയകരമാകുന്ന സൗഖ്യത്തെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ഉദരം മുതലുള്ള തിരസ്കരണങ്ങൾ സൗഖ്യമാകട്ടെ. ഏതൊക്കെ തിരസ്കരണത്തിൻ്റെ വേരുകളുണ്ടോ ആ വേരുകളെല്ലാം നീങ്ങിപ്പോകട്ടെ. മാത്രവുമല്ല, തിരസ്കരണം അവരിൽ വരുത്തി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, ഫലങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്രിസ്തു സമാനത വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിനെ പോലെ ഈ പ്രിയപ്പെട്ടവർ ആയിത്തീരട്ടെ. യേശുവിൻ നാമത്തിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ സൗഖ്യം സ്വീകരിക്കുക. നിങ്ങളുടെ സൂര്യൻ ഉദിക്കുന്നു, പുതിയ യുഗം ആരംഭിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ പുതിയ ആരംഭത്തിലേക്ക് പ്രവേശിക്കുക. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗം അനുഭവിക്കുന്നവരെ ഇപ്പോൾ തൊടണമേ. ശക്തമാകുന്ന നടുവേദന അനുഭവിക്കുന്ന ആ വ്യക്തിയെ ഇപ്പോൾ തൊടണമേ. യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. കഴുത്തിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് വേദന അനുഭവിക്കുന്ന, പിൻഭാഗത്ത് വേദന അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗികളെ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. കർത്താവാകുന്ന യേശുവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ സ്പർശിക്കണമവരെ വിടുവിക്കണമേ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണം. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തികമായി ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ സന്ദേശം കേട്ട നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കണം. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി തയ്യാറാകുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.